കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലെ ICU യൂണിറ്റിൽ വെച്ച് വിവാഹിതയായ ആവണി സുഖം പ്രാപിക്കുകയാണ്. ഒപ്പം നിന്നവർക്കും ചേർത്ത് പിടിച്ചവർക്കും നന്ദി അറിയിക്കുന്നതായി ആവണി. വിവാഹ ദിവസം വാഹനാപകടത്തെ തുടർന്ന് ആവണിക്ക് നട്ടെല്ലിന് പരിക്കേറ്റിരുന്നു. റിയ ബേബി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റിയ, ഒരുപക്ഷെ നമ്മളെല്ലാവരും അത് കണ്ട് ആ നിമിഷം കണ്ട് സന്തോഷിച്ചതാണ്. വലിയ രീതിയിൽ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ദൃശ്യങ്ങൾ പങ്കുവെക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ആവണി വീട്ടിലേക്ക് പോകാൻ ഡിസ്ചാർജ് ചെയ്തോ? അതെ, ആവണി ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. ഏതാനും ദിവസങ്ങളോട് കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക് പോകാൻ കഴിയും. ആവണി പറയുന്നത് ആശുപത്രിയിൽ കൂടെ നിന്നവർക്ക് എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് സ്നേഹത്തിനൊക്കെ നന്ദി എന്നുള്ളതാണ്. കാരണം വിവാഹത്തിന്റെ അന്നാണ് മേക്കപ്പ് ഇടുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ പോകുന്നത് വഴിക്കാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആവണിക്ക്. കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ എത്തിക്കുകയും സർജറി പൂർത്തിയാക്കുകയുമായിരുന്നു. അന്നേ ദിവസം തന്നെ ആശുപത്രിയിൽ വെച്ച് വിവാഹം നടത്തുന്നതിനുള്ള ക്രമീകരണം കൂടി ആശുപത്രിയിലെ ഡോക്ടർമാർ ആവണിക്കും കുടുംബത്തിനും ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ആ മുറിയിൽ വെച്ച് ആവണി ഷാരോണും വിവാഹം കഴിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും എല്ലാവരും ചേർത്ത് പിടിച്ചതിന് ഒപ്പം നിന്നതിനൊക്കെ ആവണി നന്ദി പറയുന്നു. അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും ആശുപത്രിയായിരുന്നു വഹിച്ചിരുന്നത്. അതിനുള്ള സ്നേഹം കൂടി ആവണി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇരുവരും ഒരുമിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കടക്കുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളും അവളുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അവളുടെ ശബ്ദം കൂടി ഒന്ന് കേൾക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. എൻ്റെ പേര് ആവണി. 2-3 ദിവസമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. 5 days ബാക്ക് എനിക്കൊരു ആക്സിഡൻറ്റ്. ഞാൻ എൻ്റെ ഡ്രീം ഡേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ. പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വസും. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ വന്ന സമയത്ത് പോലെ ഇപ്പം ഒരുപാട് ബെറ്ററായി. വന്നപ്പോൾ എനിക്ക് കാലെനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം എനിക്ക് അതിൽ നിന്നൊക്കെ മച്ച് ബെറ്ററായിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ICU റൂമിലേക്ക് ഷിഫ്റ്റായി. അപ്പം ഞാൻ ഇന്നലെ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇവിടുത്തെ ലേക്ക് ഷോറിൻ്റെ ടീം വെരി ഗുഡ് സപ്പോർട്ടാണ്. ഇപ്പം ഈവൻ ക്ലീനിങ് സ്റ്റാഫ് തൊട്ട് മേലോട്ടുള്ളവരാണെങ്കിലും എല്ലാ ദിവസവും എന്നെ കാണാനും തിരക്കാനും അവരുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് പറയേണ്ട കാര്യം. ഇവൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്കിപ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ടീമിൽ പറയാനുള്ളത്. അവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, നിങ്ങളെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും എല്ലാവരും പറയുന്നുണ്ട് മനസ്സിൻ്റെ ധൈര്യമാണ് വേണ്ടത്. അതാ, പക്ഷെ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തീരെ ഇല്ലായിരുന്നു. എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാമായിരിക്കും ഞാൻ കരയുമായിരുന്നു. കല്യാണം കഴിക്കേണ്ട, തലി കെട്ടേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ഏറ്റവും ആ പെൺകുട്ടിയുടെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് അപകടം ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് വന്നത്. പക്ഷേ കൂടെ നിന്ന് നമ്മൾ അവരെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ നോക്ക് എല്ലാവർക്കും സന്തോഷം.